കുറച്ച് പേര് വരട്ടെ, എന്നിട്ട് ലൈവ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ശബ്ദമുണ്ടെന്ന് വിചാരിക്കുന്നു. അഗ്നിദേവൻ, ഹായ്, ഗുഡ് ഈവനിങ്. അഗ്നിദേവൻ, ഞാൻ വന്നു, താങ്ക്സ്. വെയിറ്റ് ചെയ്യേ. ആരെങ്കിലും ശബ്ദമുണ്ട്. അഗ്നിദേവൻ, അതെ, കുറച്ച് ആളുകൾ കൂടി വന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഇന്ന് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് കുറച്ച് കുരുക്കൾ കൂടുതൽ പൊട്ടും. അപ്പോൾ ആ ചാറ്റ് ബോക്സ് കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളാണ് എന്ന് ഞാൻ പറയുന്നു. അവര് എന്തെങ്കിലും തരത്തിൽ അനാവശ്യം പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണ്ട, ശരിയിരിക്കട്ടെ. പിന്നെ ഇപ്പോൾ ബലി പെരുന്നാളാണല്ലോ വരുന്നത്. വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ആയിട്ട് ബലി പെരുന്നാൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ ബലി പെരുന്നാളിന് മുന്നോടിയായി ഖുർആൻ കത്തിച്ച ഒരു സംഭവം മുമ്പുണ്ടായിട്ടുണ്ട്. നിങ്ങളിൽ പലരും അത് ശ്രദ്ധിച്ചിരിക്കും. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഖുർആൻ നിന്ന് കത്തുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഖുർആനാണ് ഓരോ തീവ്രവാദിയും കയ്യിലെടുക്കുന്നത്. ഒരു കയ്യിൽ ഖുർആനും മറു കയ്യിൽ ആയുധവുമായിട്ടാണ് ഇവർ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായും ജനങ്ങൾ ഈ ഖുർആനിൽ ഉള്ളത് പ്രാവർത്തികമാക്കാനാണല്ലോ അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആ രൂപത്തിലാണ് അവരുടെ റിയാക്ഷൻസ്. 2020 നമ്മൾ കണ്ടിട്ടുണ്ടാവും, പലപ്പോഴും നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. സ്വീഡനിലാണ് ഖുർആൻ കത്തിയത്. സ്വീഡനെ പോലെ ഒരു മതേതര രാജ്യം, എല്ലാ മതങ്ങളെയും എല്ലാ തരത്തിലുള്ള കൾച്ചറിനെയും ഉൾക്കൊള്ളത്തക്ക രൂപത്തിൽ അവരുടെ മനസ്സും ചിന്താഗതിയും വിശാലമാണ്. അതിന് 2023 ആദ്യം തന്നെ ജനുവരിയിൽ തന്നെ ഖുർആൻ കത്തിച്ചു. ആദ്യം 2020 കത്തിച്ചു, 2023 കത്തിക്കുന്നു. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിങ്ങളുടെ വികാരം ആളിക്കത്തി. സ്വീഡൻ ലക്ഷ്യം വെച്ചതും അത് തന്നെയാണ് എന്നാണ് പിന്നീട് വന്ന വാർത്തകളെല്ലാം. മാധ്യമങ്ങൾ ഇതിനെ വല്ലാതെ പൊലിപ്പിച്ചു. രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയെ അതിന്റെ തീവ്രവാദ മുന്നറിയിപ്പ് നില ഉയർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. 2020 ഓഗസ്റ്റ് 28 സ്വീഡനിലെ മാൽമോയിലെ റോസൻഗാർഡ് എന്ന് പറയുന്ന ഒരു മൈതാനം, അതിന്റെ പരിസരത്ത് 100 കണക്കിന് പ്രതിഷേധക്കാർ കലാപം നടത്തിയ സമയത്ത് ടയറുകളും പലകകളും പടക്കങ്ങളും ഒക്കെ കത്തിച്ച് അതിൽ നിന്ന് പുക ഉയർന്നു. തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ തെക്കൻ സ്വീഡിഷ് നഗരമായ മാൽമോയില് ഒരു ഖുർആൻ കത്തുന്നു. കലാപത്തിനും അശാന്തിക്കും അത് കാരണമായി. സ്വാഭാവികമാണ്, എല്ലാ മതവിശ്വാസികൾക്കും അവനവന്റെ മതവും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മഹത്വമുള്ളതാണ്. അതൊന്നും കത്തിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. 300-ലധികം ആളുകൾ പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയതായിട്ടാണ് പോലീസ് പറഞ്ഞത്. 2020 ഖുർആൻ കത്തിച്ച് വംശീയമായ വിദ്വേഷം വളർത്തിയതിന് ഒക്ടോബർ 12 സ്വീഡിഷ് കോടതി ഒരാളെ ശിക്ഷയ്ക്ക് വിധിച്ചു. ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിച്ചതിന് രാജ്യത്തെ കോടതി സംവിധാനം ആദ്യമായി വിചാരണ ചെയ്യുന്നു എന്നായിരുന്നു മാധ്യമങ്ങൾ എഴുതിയത്. 2023 തുടക്കത്തില് ഖുർആൻ കത്തിച്ചതിന് പിന്നാലെയാണ് അന്താരാഷ്ട്ര രോഷം ആളിക്കത്തുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസി ഈ വിഷയത്തെ കൂടുതൽ കലുഷിതമാക്കാതിരിക്കാൻ അയാളെ ശിക്ഷിക്കുകയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. സ്വീഡിഷ് ഗവൺമെന്റ് അപകീർത്തികളെ അപലപിച്ചു. രാജ്യത്തിന്റെ വിപുലമായ ആവിഷ്കാര സ്വാതന്ത്ര്യ നിയമങ്ങളെ ആവർത്തിച്ച് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. സെൻട്രൽ സ്വീഡനിലെ ലിങ്കോപ്പിംഗ് എന്ന് പറയുന്ന ജില്ലാ കോടതി, അവിടെ 27-കാരനായ യുവാവിനെ ഒരു വംശീയ വിഭാഗത്തിനെതിരായ പ്രക്ഷോഭം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തും. തന്റെ നടപടി ഇസ്ലാം മതത്തെ അല്ല മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കില്ല എന്നും
വസ്തുനിഷ്ഠവും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് എനിക്ക് സംവദിക്കാനുള്ളതെന്നും അദ്ദേഹം കോടതിയിൽ സമർത്ഥിച്ചു. അങ്ങനെ 2020 സെപ്റ്റംബറില് ലിങ്കോപ്പിംഗ് എന്ന് പറയുന്ന കത്തീഡ്രലിന് പുറത്ത് ഒരു ബാർബിക്യൂവില് ഖുർആനും അതുപോലെ ബേക്കണും കത്തിക്കുന്നത് കാണിച്ച് ഒരു വീഡിയോ ക്ലിപ്പ് ആ വ്യക്തി തന്നെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്തു. ബാർബിക്യൂവിന് കീഴിലുള്ള ഒരു അടയാളത്തില് മുഹമ്മദ് നബിയെ കുറിച്ചിട്ടുള്ള അപകീർത്തികരമായ പരാമർശവും എഴുതിയിരുന്നു എന്ന് പിന്നീട് കോടതി കണ്ടെത്തുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ട്വിറ്റർ, അതുപോലെ ഇപ്പോ എക്സ്, യൂട്യൂബ്, ഗൂഗിള്, ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ ഈ വീഡിയോ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും അത് വൈറലാകുകയും ചെയ്തു. അങ്ങനെ ഈ കത്തിച്ച ഖുർആനും ബേക്കണും ലിങ്കോപ്പിംഗ് പള്ളിക്ക് പുറത്ത് എല്ലാവരും കാണുന്ന രൂപത്തിൽ വലുതാക്കി പ്രദർശിപ്പിക്കുകയും ചെയ്തു. കബാബ് നീക്കം ചെയ്യുക എന്ന ഗാനം വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുമുണ്ടായിരുന്നു. തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്കിടയിൽ പ്രചാരത്തിലുള്ളതും മുസ്ലിങ്ങളെ മതപരമായ ശുദ്ധീകരണത്തിന് ആഹ്വാനം ചെയ്യുന്നതുമായ ഗാനമാണിത് എന്നാണ് അദ്ദേഹം അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്തത്. ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ 2019 2 പള്ളികളിൽ വെച്ച് 51 പേരെ കൊലപ്പെടുത്തിയ ഓസ്ട്രേലിയൻ വെള്ളക്കാരൻ ആക്രമണവുമായി ഈ സംഗീതത്തിന് ശക്തമായ ബന്ധമുണ്ട് എന്ന് കോടതി കണ്ടെത്തുന്നു. തന്റെ നടപടി ഇസ്ലാമിനെ ഒരു മതമെന്ന നിലയിൽ വിമർശിക്കുന്നതാണ് എന്ന് വാദിച്ചയാൾ സമ്മതിച്ചു. അയാൾ പിന്നീട് ആർഗ്യുമെന്റിന് നിന്നില്ല. പക്ഷേ കോടതി ഈ വിഷയത്തെ കണ്ടത് വേറെ ഒരു ആംഗിളിലൂടെയാണ്. അത്തരം ഉള്ളടക്കമുള്ള ഒരു സിനിമയിലേക്ക് തിരഞ്ഞെടുത്ത സംഗീതം ഒരു മതവിഭാഗത്തിന് ഭീഷണിയായി അവരുടെ വിശ്വാസത്തെ വിമർശിച്ചുകൊണ്ടും മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് കോടതി കണ്ടെത്തി. കോടതി പ്രസ്താവനയിൽ കൃത്യമായി എഴുതി, സിനിമയുടെ ഉള്ളടക്കവും അതിലെ പ്രസിദ്ധീകരണത്തിന്റെ രൂപവും പ്രതിയുടെ പ്രാഥമിക ലക്ഷ്യം ഭീഷണിയും അവഹേളനവും പ്രകടിപ്പിക്കുകയല്ലാതെ അവരെ പ്രകോപിപ്പിക്കുകയല്ല എന്ന് വ്യക്തമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയവും വിശ്വാസവുമാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് സമർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഖുർആനിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് മുസ്ലിം പുരോഹിതർ തുറന്നു പറയാത്തിടത്തോളം കാലം ജനങ്ങൾ അത് അന്വേഷിക്കും. എന്തുകൊണ്ടാണ് എണ്ണിയാലൊടുങ്ങാത്തത്ര തീവ്രവാദ സംഘടനകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇവരുടെ മാത്രം മതവികാരം പെട്ടെന്ന് വ്രണപ്പെട്ടു പോകുന്നത്? ദൈവിക ഗ്രന്ഥം എന്ന് ഇവര് വിളിക്കപ്പെടുന്ന ഈ പുസ്തകത്തിനകത്ത് എന്താണ് ഇത്രമാത്രം എഴുതിയിട്ടുള്ളത്? മതത്തിന്റെ പേരിൽ അപരന്റെ കഴുത്തു മുറിക്കാൻ, അപരനെ കൊന്നുകളയാൻ മതത്തിന്റെ പേരും പറഞ്ഞ് മറ്റ് മതവിഭാഗത്തിലുള്ള സ്ത്രീകളെ ബലാത്കാരം ചെയ്യാനൊക്കെ ഈ ഗ്രന്ഥം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ രക്തമൊഴുക്കാനും യുദ്ധം ചെയ്യാനും മനുഷ്യ ജീവനുകളെ അപഹരിക്കാനുമൊക്കെ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അഭ്യസ്തവിദ്യരായ ജനസമൂഹം അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങുന്നതല്ല. ഈ രക്തം കൊണ്ടെഴുതിയ ഇസ്ലാമിന്റെ ചരിത്രം കാലങ്ങളോളമായി നിലനിൽക്കുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പേരിൽ ജനങ്ങൾ പരസ്പരം തമ്മി തല്ലുകയും കൊല്ലുകയും ബദ്ധവൈരികളായി ആയുഷ്കാലം ജീവിക്കേണ്ടി വരികയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അദൃശ്യജ്ഞാനിയായ ഈ അള്ളാഹു ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്താത്തത്? ഇതാണ് തലക്കകത്താള് താമസമുള്ള മനുഷ്യർ ചിന്തിച്ചത്. മുസ്ലിങ്ങൾ അത് തിരിച്ചറിയണം എന്ന് ഒരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ അവർ പല വിഷയങ്ങളും രേഖപ്പെടുത്തി വെക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഒരുപാട് കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും ഒക്കെ നമുക്ക് കാണാനിടയായത്. ഖുർആൻ പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഖുർആൻ വെല്ലുവിളിച്ചു എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. അന്വേഷിച്ചു പോയ ആളുകൾ മനസ്സിലാക്കുന്നു ഖുർആൻ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്. ശരി, അവർ ഖുർആൻ പോലെ ഗ്രന്ഥം കൊണ്ടുവന്നു, അധ്യായങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് അവര് ഇത് ആരാണ്, ഇനി ആരുടെ മുമ്പിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? നമുക്കൊരു ജഡ്ജ് വേണമല്ലോ. അങ്ങനെ ജനങ്ങൾ കൂടുതൽ ഇതിനെ വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സ്വീഡൻ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമില് അവിടെ ഒരു മസ്ജിദ്, അതിന് പുറത്താണ് ബലിപെരുന്നാൾ ദിനത്തില് പോലീസിന്റെ അനുമതിയോടുകൂടി തന്നെ ഈ ഗ്രന്ഥം കത്തിച്ച് പ്രതിഷേധിക്കുന്നത് ആൾക്കാർ. ബലിപെരുന്നാൾ ദിനത്തില് തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലെ മസ്ജിദിന് മുൻവശം തന്നെയാണ് അവർ തിരഞ്ഞെടുത്തത്.
കാരണം മറ്റൊന്നുമല്ല, കോടതിയുടെ അനുമതി തേടിക്കൊണ്ട് തന്നെയായിരുന്നു അവരത് ചെയ്തത്. ഇപ്പോഴും ബലി പെരുന്നാൾ വരാൻ നിൽക്കുകയാണ്. അപ്പോ ജനങ്ങൾ ഈ രൂപത്തിലാണ് ഖുർആനിനെ കാണുന്നത്. അവരെ പറഞ്ഞിട്ട് അർത്ഥമില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ നിങ്ങൾ എന്ത് തെറി വേണമെങ്കിലും വിളിച്ചോ, ഒരു പ്രശ്നമില്ല. എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. എന്ത് പുലഭ്യവും പറഞ്ഞോ, ഒന്ന് ചിന്തിക്കുക. ഈ തീവ്രവാദ സംഘടനകളെല്ലാം ഫോം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇസ്ലാമിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയല്ലേ? ലോകം മുഴുവനും ഇസ്ലാം മതമയമാക്കി മാറ്റുന്നതിന് വേണ്ടിയല്ലേ? എല്ലാം ഇസ്ലാമിക രീതിയിലുള്ള മുസ്ലിം സംഘടനകളല്ലേ? എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷെ തീവ്രവാദി സംഘടനകൾ എല്ലാം മുസ്ലിം സംഘടനകളാണ്. ഇതിന്റെ എല്ലാം ഹെഡ് മുസ്ലിങ്ങളാണ്. ഇപ്പോ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ ജനങ്ങൾ ഭയക്കുന്നു. എന്താ കാരണം? പലസ്തീൻ വിളിച്ച അള്ളാഹു അക്ബർ ഉണ്ടല്ലോ, ജനങ്ങൾ ഭയന്നു. പാകിസ്ഥാൻ വിളിച്ച അള്ളാഹു അക്ബർ ഉണ്ടല്ലോ, ജനങ്ങൾ ഭയന്നു. ബംഗ്ലാദേശിൽ മുഴങ്ങിയ അള്ളാഹു അക്ബർ ഇല്ലേ, ജനങ്ങൾ ഭീതിയിലാണ്. അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമയ്ക്കിടയിലും അള്ളാഹു അക്ബർ മുഴങ്ങിയപ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരായിട്ട് ഓടി രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് അവിടെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ വരേണ്ടി വന്നത്. അള്ളാഹു അക്ബർ എന്ന വിളികളോടുകൂടി ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർ കുഞ്ഞുങ്ങളെ വരെ കൂട്ടക്കൊല ചെയ്തത് നമ്മൾ കണ്ടു. ജൂത പെണ്ണുങ്ങൾ ഈ മുസ്ലിങ്ങളാൽ ബലാത്സംഗത്തിന് ഇരയാകേണ്ടവരാണ് എന്നവർ മനസ്സിലാക്കുന്നത് ഏത് മുഖേനയാണ്? ഈ ഗ്രന്ഥം മുഖേനയാണ്. പ്രവാചകൻ പഠിപ്പിച്ച സംസ്കാരം മുഖേനയാണ്. ഈ ജൂത സ്ത്രീകളെ കൊന്നിട്ടും ബലാത്സംഗം ചെയ്തിട്ടും ഇവർക്ക് സംതൃപ്തി അടയുന്നില്ല. പൂർണ്ണ നഗ്നരാക്കുന്നു. ജീപ്പുകളിൽ കൊണ്ടു നടന്ന് പ്രദക്ഷിണം നടത്തുന്നു. ഓരോരുത്തരെയും വിളിച്ച് കാണിക്കുന്നു. ഇതൊക്കെ എന്തുമാത്രം ക്രൂരതയാണ്. നിങ്ങൾ എന്നെ തെറി പറഞ്ഞോ, പക്ഷേ ഈ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? ഹമാസുകാര് ചെയ്തതാണിത്. ജൂത സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് ചെയ്തതാണ്. അവരെ കൊന്ന് അവരുടെ മൃതദേഹങ്ങളിൽ ചവിട്ടുകയും തുപ്പുകയും വളരെ ഹീനമായി മലമൂത്ര വിസർജനം വരെ ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അവരെ ബന്ധികളാക്കപ്പെട്ട ആളുകളിൽ വൃദ്ധരുണ്ടായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് ഹമാസ് എന്ന ഭീകരരെ, ഈ ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഈ കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്? ഇസ്ലാമിൽ അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ, ഞാൻ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ആളാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിലുള്ള മനസാക്ഷി എന്നെ കുത്തണം. ഇത് ശരിയാണോ? നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് ഏതൊരു വസ്തുതയും? ഇപ്പോ നമുക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളുമുണ്ട്. നമ്മളതിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് യോജിക്കാൻ പറ്റുന്ന വിഷയങ്ങളുമുണ്ട്, വിയോജിപ്പുള്ള വിഷയങ്ങളും ഉണ്ടാകും. ഇത് രണ്ടും പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കപടന്മാരാണ്. ഇന്ത്യ എന്ന രാജ്യം നൂറുകണക്കിന് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ചരിത്ര താളുകൾ നമ്മൾ കണ്ടിട്ടില്ല. അന്നൊന്നും ഈ ഹമാസിനെയോ ലഷ്കർ ഇ തൊയ്ബയെയോ ഐസിസുകാരെയോ ഒന്നും ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ തെരുവിൽ കണ്ടില്ല. പോട്ടെ, ഇന്ത്യയിൽ നിന്നൊരു വിഭാഗം മുസ്ലിങ്ങളെങ്കിലും ഉണ്ടായിരുന്നോ? ഹമാസ് തീവ്രവാദികള് ഇസ്രായേലിൽ കടന്നു കയറി നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കുന്നത് മനുഷ്യത്വമാണ് എന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. കാശ്മീരി പണ്ഡിറ്റുകളെ ഇസ്ലാമിക തീവ്രവാദികൾ എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം. ആ വംശഹത്യയെ കാണാനും ഒരു വിഭാഗം ആളുകൾക്ക് കണ്ണുണ്ടായിരുന്നില്ല. അവർ മനുഷ്യരാണ് കേട്ടോ. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം കേട്ടോ. അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് കേട്ടോ. അവരുടെ കണ്ണീരിനും ഇതേ ഉപ്പുരസം തന്നെയാണ് കേട്ടോ. അവരുടെ വേദനയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതല്ലാതെ ഗാസക്കാർക്ക് വേണ്ടി കരയുന്ന കണ്ണീര് എന്തുകൊണ്ടാണ് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് സൗദി അറേബ്യ കൊത്തിയെരിഞ്ഞ യമനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ കരയാത്തത്? സിറിയയിൽ നടന്ന കലാപം നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇറാനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ കരയാത്തത്? അവർക്കൊന്നും ഹാഷ്ടാഗുകളൊന്നും വേണ്ടി. മുംബൈ ഭീകരാക്രമണം പോലെ ഇന്ത്യയിലെ നൂറുകണക്കിന് ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും കേരളത്തിലെ ഹമാസ് വിഭാഗത്തെ നമ്മൾ കണ്ടിട്ടില്ല. പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു വിഭാഗമാണ് അവര്. ഇന്ത്യയിലെ ഭീകരാക്രമണത്തിനും വംശഹത്യക്കും ഒക്കെ വിധേയരായവര് മുസ്ലിങ്ങളായിരുന്നില്ല. ആണോ? ഇന്ത്യയുടെ പഴയകാല ചരിത്രം നിങ്ങളൊന്ന് എടുത്തു നോക്ക്.
മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ഒരിക്കലും ഇന്ത്യയിൽ ഒരു രൂപത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങളായിരുന്നില്ല എതിർകക്ഷികൾ. ഇരകൾ മുസ്ലിങ്ങളായിരുന്നില്ല, വേട്ടക്കാരും മുസ്ലിങ്ങളുമാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി തെരുവിലാരും ഇറങ്ങാതിരുന്നത്, പ്രതിഷേധിക്കാതിരുന്നത്. മാനവികതയും മനുഷ്യത്വവും ഒക്കെ വിളിച്ചു പറയുന്ന ആളുകൾ, വേദനിക്കുന്ന മനുഷ്യർക്കു വേണ്ടിയായിരിക്കണം നമ്മുടെ മനുഷ്യത്വം, നമ്മുടെ പിന്തുണ. ഉക്രൈനിലെ മനുഷ്യരെ എന്തുകൊണ്ടാണ് നിങ്ങൾ കാണാതെ പോകുന്നത്? അവരുടെ കണ്ണീരിന് എന്തേ ഉപ്പുരസമല്ലേ, പുളിയാണോ? ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ലക്ഷക്കണക്കിനു മനുഷ്യരെ പിടിച്ചു കൊണ്ടുപോയി കറുത്ത തുണി കൊണ്ട് കണ്ണുകൾ മൂടിക്കെട്ടി 2 കൈയും പുറകിൽ നിന്ന് ബന്ധിച്ച് ഒരൊറ്റ ചവിട്ട് പോയി വീഴുന്നത് ഒരു വലിയ കുഴിയിൽ. ഒട്ടനെ തലയ്ക്ക് ഷൂട്ടാണ്. എത്ര പേരെ കഴുത്തറുത്തു കൊന്നു. എത്ര ലക്ഷക്കണക്കിന് യസീദി വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്തു. സ്ത്രീകളെ എത്ര പേരെ ലൈംഗിക അടിമകളാക്കി, വംശഹത്യ നടത്തി. എന്റെ ആ സമയത്ത് കേരളത്തിലെ റാലിക്കാർ എവിടെ പോയിരുന്നു? കേരളത്തിലെ ഹമാസ് ഘടകത്തിന്റെ മനസാക്ഷി എന്റെ മരിച്ചിരിക്കുമായിരുന്നു. അന്ന് നിങ്ങളാരും മനുഷ്യാവകാശം പറഞ്ഞില്ലല്ലോ. കരയുന്ന മനുഷ്യന്റെ വേദനയോടൊപ്പം നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ. ഓൾ ഐസ് ഓൺ റാഫ, എന്തേ ആ സമയത്ത് ഓൾ ഐസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? അന്നേരം നിങ്ങളുടെ ഓളൊക്കെ എവിടെ പോയിരിക്കുമായിരുന്നു? ആ സമയത്ത് നിങ്ങള് കണ്ടില്ലല്ലോ ഐസിസുകാരെ കൂട്ടക്കൊല ചെയ്ത ആളുകൾക്കൊന്നും മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നത്. അപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളില് അവിടത്തെ തദ്ദേശീയരായ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഇസ്ലാമിക ഭീകരർ കൂട്ടക്കൊല നടത്തിയപ്പോഴും കേരളത്തിലെ ഹമാസ് ഘടകത്തെ നമ്മൾ കണ്ടില്ല. അവരുടെ മനുഷ്യാവകാശവും അവരുടെ മനുഷ്യത്വവും അന്യ ദുഃഖത്തിലുള്ള കരുണയും ഒന്നും നമ്മൾ കണ്ടില്ല. അന്ന് ഈ ഫിലിം സ്റ്റാറുകളൊന്നും ഉണ്ടായിരുന്നല്ലേ, ചത്തു തൊലഞ്ഞു പോയിരുന്നോ? ഇവരല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടാകുമായിരുന്നല്ലോ. ആ സമയത്ത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാനവികതയും മനുഷ്യാവകാശവും മുള പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ചിലപ്പോ നട്ടുവെച്ചിട്ടേ ഉണ്ടാവത്തുള്ളായിരിക്കും. യൂറോപ്പില് നിരപരാധികൾക്ക് നേരെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങൾ കണ്ട് പ്രബുദ്ധ കേരളത്തിന്റെ ഹൃദയം നടുങ്ങിയില്ല. അവരുടെ മനുഷ്യത്വം ചോറെടുക്കുന്ന സമയത്ത് അവർക്ക് വിമ്മി പൊട്ടാൻ പറ്റുന്നില്ല. കാരണം യൂറോപ്പിലല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സൗദി അറേബ്യയുടെ വ്യോമാക്രമണത്തിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ യമനിൽ കൊല്ലപ്പെട്ടു. എവിടെ പോയിരുന്നു കേരളത്തിന്റെ മനുഷ്യാവകാശക്കാർ? ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ? അവർക്ക് വേദനയില്ലേ? അവർക്ക് നഷ്ടപ്പെടുന്നത് മാതാപിതാക്കളെയല്ലേ? യമനിലെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്നത് മക്കളെയല്ലേ? അവിടെ വിധവ സ്ത്രീകളൊന്നുമില്ലേ? മുസ്ലിം കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന സൗദി അറേബ്യക്കെതിരെ കേരളത്തിൽ ഒരു റാലി നടത്താൻ പോയിട്ട് ഒരു ഹാഷ്ടാഗ് ഇട്ട് പ്രതിഷേധിക്കാനെങ്കിലും കേരളത്തിന്റെ ഹമാസ് ഭീകരർക്ക് സാധിച്ചിട്ടുണ്ടോ? താലിബാൻ ഭീകരതയുടെ ദുരിതം അനുഭവിച്ചത് മുഴുവനും അഫ്ഗാനിലെ മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിം സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഒരു ദിവസം രാവിലെ കുളിച്ച് വസ്ത്രമൊക്കെ ധരിച്ച്, പുതുവസ്ത്രമൊക്കെ ധരിച്ച്, ഉള്ള ബാഗും പെറുക്കി ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ അതിനകത്താക്കി കുഞ്ഞുങ്ങൾ നടന്ന് സ്കൂളിലേക്ക് എത്തിയപ്പോൾ 12 വയസ്സിനപ്പുറമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുന്ന വലിയ ബോർഡുകൾ സ്കൂളിൽ. ആ കുഞ്ഞുങ്ങൾ കണ്ണീരോടെ തിരിച്ചു വന്ന യൂണിഫോമും പുസ്തകങ്ങളും വലിച്ചെറിയുമ്പോൾ അവരുടെ മനസ്സിലുള്ള പ്രതിഷേധത്തെ എന്തേ കേരള ഘടകം കാണാതെ പോയത്? അഫ്ഗാനിസ്ഥാൻ താലിബാനികൾ പിടിച്ചടക്കിയപ്പോൾ കാബൂളിൽ എത്തി നിൽക്കുന്ന താലിബാനികൾ ആ സമയത്ത് തന്റെ 2.5 വയസ്സായ കുഞ്ഞിനെ മതിലുകൾക്കപ്പുറത്തേക്ക് ഒരു ഉമ്മ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു സൈനികരുടെ കരങ്ങളിലേക്ക്. എന്നിട്ട് ഇവർക്ക് മുമ്പിൽ അടിമപ്പെട്ട് സുജൂദിൽ വീഴുന്നത് കണ്ടവരാണ് നമ്മൾ. എന്തേ ആ സമയത്ത് ആ കുഞ്ഞിന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടിയും ആ സ്ത്രീയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയും സംസാരിക്കാൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഹമാസ് ഭീകരർ എവിടെ പോയിരുന്നു? താലിബാനിലെ ഭീകരത നമ്മൾ കണ്ടതാണ്. കുട്ടികളും അതുപോലെ ഓരോ മേഖലകളിലും നൈപുണ്യം നേടിയ ആളുകൾ, ആക്ടിവിസ്റ്റുകൾ, സെലിബ്രിറ്റികൾ, ഫുട്ബോൾ താരങ്ങൾ, അവരൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റുകൾ കുഴിച്ചു മൂടുന്ന ദൃശ്യങ്ങൾ കണ്ടവരാണ് നമ്മൾ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി പാകിസ്ഥാനിൽ ചെന്ന ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ
പാകിസ്ഥാൻ നിർബന്ധപൂർവം ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞ് അവര് വന്ന അഫ്ഗാനിലേക്ക് തന്നെ മടക്കി അയക്കുന്ന വാർത്ത നമ്മൾ കണ്ടില്ലേ? 2-3 മാസം മാത്രമേ ആ വാർത്ത വന്നിട്ട് സമയമായിട്ടുള്ളൂ. എന്തേ കേരളത്തിന്റെ മുസ്ലിം സ്നേഹം പൊട്ടിയൊലിക്കാത്തത്? എന്തേ കേരളത്തിന്റെ മാനവികത പൊട്ടിയൊലിക്കാത്തത്? അഫ്ഗാനികൾ മനുഷ്യരല്ലേ, അവർക്ക് ജീവിക്കണ്ടേ? പാകിസ്ഥാൻ അഭയം നൽകിയില്ലല്ലോ. പാകിസ്ഥാൻ അഫ്ഗാനികളെ ആട്ടി ഓടിക്കുമായിരുന്നല്ലോ. എന്തേ ഇല്ലാതെ പോയത്? അതുപോലെ അഭയാർത്ഥികളായ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യം ഇന്തോനേഷ്യ, മലേഷ്യ, എന്തേ അവര് പറഞ്ഞ സമയത്ത് നിങ്ങൾ അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിക്കാത്തത്? കേരളത്തിലെ മുസ്ലിങ്ങൾ എവിടെ പോയിരുന്നു? അപ്പോ പറയാൻ ഒരുപാടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് കാണുന്ന മതവും രാഷ്ട്രീയവും വിഭാഗീയതയും അന്യമത വിദ്വേഷവും എന്താണ് എന്ന് വിളിച്ചു പറയേണ്ടി വരികയാണ്. എത്തി നിൽക്കുന്നത് ഖുർആൻ എന്ന വിശുദ്ധ പുസ്തകത്തിൽ തന്നെയാണ്. അപ്പോ അന്യമതസ്ഥരാണ് എതിരാളികൾ എങ്കിൽ നമുക്ക് കുറച്ച് മനുഷ്യത്വം കൂടും, നമുക്ക് കുറച്ച് മനുഷ്യാവകാശം കൂടും. പക്ഷെ മുസ്ലിങ്ങൾ തമ്മിലാണ് പ്രശ്നമെങ്കിൽ നമ്മൾ തൽക്കാലം കണ്ടില്ല എന്ന് നടിച്ചു മിണ്ടാതെ അങ്ങ് പോകാം. നമ്മൾ ഈ നാട്ടുകാരല്ല. ഇസ്ലാമിക് സ്റ്റേറ്റ്, ഐസിസ് അവരുടെ ഭീകരതയില് അവര് ക്രൂരത ചെയ്തത് കാരണം സിറിയയിലെയും ഇറാഖിലെയും ഒക്കെ അഭയാർത്ഥികളായ ആളുകൾ അവരെയൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ ഒറ്റ ഇസ്ലാമിക രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങളല്ലേ, സഹോദരങ്ങളല്ലേ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. വിശ്വാസികളെ, മുസ്ലിങ്ങളെ, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം എന്ന് പഠിപ്പിച്ചില്ലേ ഖുർആൻ? പക്ഷെ ഇന്നമന്നാസു ഇഖ്വ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. ജനങ്ങളെ നിങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിച്ചില്ല. മുസ്ലിങ്ങളെ നിങ്ങൾ സഹോദരങ്ങളാണ് എന്നാണ് പഠിപ്പിച്ചത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. റഷ്യയിലെ ചെച്നിയയിലെ മുസ്ലിങ്ങളെ റഷ്യൻ സൈന്യം അടിച്ചമർത്തി ഭരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പക്ഷേ കേരളത്തിൽ ഇതൊന്നും വാർത്തയല്ല. കേരളത്തില് താലിബാനികൾ വിസ്മയമാണ്. ഹമാസ് ആണെങ്കിലോ അയ്യോ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ്. പലസ്തീൻ അഭയാർത്ഥികളെ തൊട്ടടുത്ത് കിടക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളായ ഈജിപ്തിനും ജോർദാനും ഒന്നും വേണ്ട. ഇന്ത്യയുടെ അതിർത്തിയിൽ കഴിയുന്ന 2 കോടിയോളം ചൈനീസ് മുസ്ലിങ്ങൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്തൊന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുകയോ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്യാതിരുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഹമാസിന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നതിലെ കാപട്യം നമുക്ക് തുറന്നു പറയേണ്ടി വരുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അതായത് HRW ഇവരുടെ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം ചൈനയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഒരു പ്രവിശ്യയിൽ തന്നെ 1300-ലധികം മുസ്ലിം പള്ളികൾ സർക്കാർ തന്നെ പൂട്ടിച്ചു. 1300 മുസ്ലിം പള്ളികൾ. 10 ലക്ഷത്തിലധികം മുസ്ലിങ്ങളെ ചൈന തടവിലിട്ട് പീഡിപ്പിക്കുന്നു. നോമ്പെടുക്കാൻ പറ്റില്ല, താടി വളർത്താൻ പറ്റില്ല, തട്ടമിടാൻ പറ്റില്ല. കുട്ടികളുടെ എണ്ണത്തിൽ വരെ മുസ്ലിങ്ങൾക്ക് കടുത്ത നിയന്ത്രണമാണ് ചൈനയിൽ. എന്തേ? ചങ്കിലെ ചൈന ചതിക്കുമെന്ന് പറയുകയല്ലാതെ ചൈനയിലെ മുസ്ലിങ്ങളെ ചൈന വംശഹത്യ ചെയ്യുന്നതിനെതിരെ എന്തേ കേരള ഹമാസിയെ നിങ്ങൾ മിണ്ടാത്തത്? കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ചൈനയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ പറ്റില്ലേ? ചൈനയിലെ മുസ്ലിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? അവരുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി അവരുടെ കണ്ണീരിലും വേദനയിലും നിങ്ങൾക്ക് പങ്കുചേരണ്ടായോ? ചൈനയില് ഇസ്ലാമിക വിശ്വാസികളെ അടിമകളാക്കി തുറന്ന ജയിലുകളിലിട്ട് പബ്ലിക്കായി പീഡിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ പലസ്തീന ഐക്യദാർഢ്യം നടത്തുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. പക്ഷേ ഇവരുടെ ഇരട്ടത്താപ്പും കാപഠ്യവും ഉണ്ടല്ലോ, തുറന്ന് കാണിച്ചേ മതിയാകും. 2 കോടി വരുന്ന ചൈനയിലെ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തുന്ന ചൈനക്കെതിരെ ഒരു വാക്ക് എന്തേ പ്രതിഷേധിക്കാൻ കഴിയാത്തത്? ഇന്ത്യയിലെ ചൈനീസ് എംബസിയിലേക്കുള്ള വഴി അറിയാത്തത് കൊണ്ടാണോ റാലിയൊന്നും ഇല്ലാതെ പോകുന്നത്? പ്രതിഷേധമില്ല, ഹർത്താലുകളില്ല.
ഹാഷ്ടാഗുകളില്ല, വാട്സപ്പിലൂടെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നില്ല, മുസ്ലിങ്ങളെ ഐക്യപ്പെടുന്നില്ല. എന്തേ? 1921 കലാപം എന്തിനു വേണ്ടിയായിരുന്നോ? തുർക്കിയിലെ സ്ഥാനപതിയെ സ്ഥാനഭ്രഷ്ടനാക്കിയ ബ്രിട്ടീഷുകാരുടെ നിയമത്തിനെതിരെയാണ് ഇവിടെ കിടന്ന പാവപ്പെട്ട ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത്. അഭയാർത്ഥികളായി യൂറോപ്പിലേക്ക് ചെല്ലുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ്? ലോകം മനസ്സിലാക്കിയത് തങ്ങളുടെ രാജ്യം സ്ഥാപിക്കുക. UAE വിദേശകാര്യ മന്ത്രിയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ല, നമുക്കറിയാം. ലോകത്തിലെ ഒരു ഇസ്ലാമിക രാജ്യവും ഇസ്ലാമിക തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല, പിന്തുണയ്ക്കുന്നില്ല. ഇസ്ലാമിക ഭീകരവാദത്തെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ. ഇന്നലെ ശശി തരൂർ പറഞ്ഞ ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ്. ആ നിലപാടിൽ അന്നും ഇന്നും എന്നും ശശി തരൂർ ഉറച്ചു നിൽക്കുന്നു. സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞു, അതെ, ഹമാസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ്, ഇസ്രായേലിന്റെ ശത്രുവല്ല. ഹമാസിനെ ഇല്ലാതാക്കേണ്ടത് തുർക്കിയുടെ ആവശ്യമാണ്, സൗദി അറേബ്യയുടെ ആവശ്യമാണ്, ഖത്തറിന്റെ ആവശ്യമാണ്. കാരണം എന്താ? ഈ പാല് കൊടുത്ത് വളർത്തുന്ന പാമ്പുകൾ നാളെ തിരിഞ്ഞു കുത്തുമെന്ന് വളരെ കൃത്യമായിട്ട് സൗദിക്കറിയാം. ഒരു വശത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അഭയം കൊടുക്കാതെ തള്ളിക്കളയുകയും തീവ്രവാദികളാണ് എന്ന് മുദ്ര കുത്തുകയും ചെയ്ത നിരപരാധികളായ സാധാരണ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കാൻ എങ്ങനെയാണ് കേരളത്തിന്റെ ഹമാസ് ഘടകത്തിന് സാധിക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അവർക്ക് അങ്ങനെ ഹമാസിന് പിന്തുണ കൊടുക്കാനും സാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്. അവിടെ ജീവിച്ച് ആ ഭരണഘടനയുടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അനുഭവിച്ചിട്ട്, അത് അവകാശമായി തന്നെ അനുഭവിച്ചിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ഒരേ ഒരു വിഭാഗം ഇവര് മാത്രമാണ്. ഇത് മറുവശത്ത് ഇവര് പറഞ്ഞു നടക്കും ഇസ്ലാം സമാധാനമാണ്, കാരുണ്യമാണ്. ആർക്കാണ് ഇസ്ലാം കാരുണ്യം നൽകുന്നത്? എവിടെയാണ് ഇസ്ലാം സമാധാനമായിട്ടുള്ളത്? ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇസ്ലാമിക രാജ്യങ്ങളെ തന്നെ പരസ്പരം ആക്രമിക്കുമ്പോൾ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ തന്നെ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, ആ പാവങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ സംസാരിക്കാൻ, അവരോട് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കേരളത്തിലെ മനുഷ്യത്വമുള്ള മുസ്ലിങ്ങൾക്ക് കഴിയുന്നില്ല. ആ സമയത്ത് ഇവർക്ക് മനുഷ്യാവകാശം പ്രശ്നമല്ല, മാനവികത ഇവരെ ബാധിക്കുന്ന വിഷയമല്ല. ചൈനയിലും റഷ്യയിലെ ചെച്നിയയിലും ഒക്കെ മുസ്ലിങ്ങളെ അവിടുത്തെ ഭരണകൂടങ്ങൾ ഭീകരമായി അടിച്ചമർത്തുന്നത് കണ്ടിട്ടൊന്ന് പ്രതികരിക്കാൻ സാധിക്കാത്ത നിങ്ങൾ ഇവിടെ നടത്തുന്നത് പ്രീണനമാണെന്ന് ആർക്കറിയാത്തത്? ഒരു ഇസ്ലാമിക ഭീകര സംഘടനയുടെ ഭീകര പ്രവർത്തനം കാരണം തിരിച്ചടി കിട്ടുമ്പോൾ നിങ്ങൾ ഗാസയെ ഷേവ് ചെയ്യണ്ട, അത് നെതന്യാഹുവും ടീമും അങ്ങ് ചെയ്തോളൂ. അപ്പോ ഇവരുടെ കാപഠ്യം പുറത്തു കൊണ്ടുവന്നേ മതിയാവും. നമ്മൾ ജീവിക്കുന്ന രാജ്യമായ ഈ സ്വതന്ത്ര ഭാരതത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന് ഈ തീവ്രവാദ സംഘടനകളോടുള്ള അനുഭാവവും പിന്തുണയും കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളോടോ ഇസ്ലാമിക സമൂഹത്തോടോ ഉള്ള സ്നേഹമല്ല ഈ കാണുന്നത്. ഇവരുടെ പിന്തുണ മുസ്ലിങ്ങളോടല്ല, വേദനിക്കുന്ന മുസ്ലിങ്ങളെ അനുനയിപ്പിക്കുക എന്നതായിരുന്നെങ്കിൽ നമ്മൾ ഈ മേൽ പറഞ്ഞ മുഴുവൻ ആളുകളും മുസ്ലിങ്ങളാണ്. അവരുടെ വേദനയിൽ പങ്കുചേരാൻ ഇവർക്ക് കഴിയാത്തത് ഇവരിലെ കാപഠ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. സാധാരണ നമ്മുടെ നാട്ടില് ഒരു വിഭാഗം ജനങ്ങളെ പാവകളാക്കിയിരിക്കുന്നത് ഇടതനും വലതനുമാണ്. കുറച്ച് ആളുകൾ ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ ഇരുന്ന് പരസ്യമായി ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുകയും അവിടുത്തെ നേതാക്കന്മാരെ ഈ കേരളക്കരയിൽ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തുകയും അവരുടെ പേരിൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിക്കായിട്ട് സൈറ്റുകൾ ഉണ്ടാക്കി അവരെ അനുകൂലിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഭീകരവാദികളെ കേരളത്തിലും കൊണ്ടുവന്ന് ഒരു മുതലെടുപ്പ് നടത്തുകയും കേരളത്തിലും അവർക്കൊരു സ്പേസ് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. 20 സീറ്റിന് പകരം കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ പിന്തുണ കാണിച്ചതിന്റെ പേരിൽ 3 ഇരട്ടി സീറ്റ് നേടാൻ സാധിക്കുമെന്ന് ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്, വിചാരിച്ചിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, തന്നെയും പിന്നെയും ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് നഷ്ടപ്പെടുകയാണ് പലതും. നമ്മുടെ നാടിന്റെ മാനവികത നഷ്ടപ്പെടുന്നു. ഈ തീവ്രവാദികളോടുള്ള ഇവരുടെ അനുഭാവവും പിന്തുണയും കാരണം
നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നു. ഇസ്ലാമിക വിരുദ്ധതയുടെ ഉത്തരവാദികൾ കേരളത്തിലെ ഇത്തരം മനുഷ്യാവകാശ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് ഹമാസിനു വേണ്ടി മാത്രം കരയുന്ന, ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി മാത്രം മോങ്ങിക്കാറുന്ന ഈ കാപട്യക്കാരാണ്. 2 കോടി വരുന്ന ചൈനയിലെ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തുന്ന ചൈനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ സാധിക്കാത്ത ഇന്ത്യയിലെ ചൈനീസ് എംബസിയിലേക്ക് ഇവർക്ക് ഒരു മാർച്ച് നടത്താവുന്നതല്ലേ ഉള്ളൂ. ഡൽഹിയിലെ ചൈനീസ് എംബസിയിലേക്കുള്ള മാപ്പ് ഉണ്ടല്ലോ, ഗൂഗിളിൽ കിട്ടുമല്ലോ. എന്തേ പറ്റാത്തത്? ചൈനയായതുകൊണ്ട്. ചൈനക്കെതിരെ ഇവരെ എങ്ങനെയാ മിണ്ടുക? ഇവരെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കില്ല. കാരണം ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കമന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടാകും. ഈ കമന്റിൽ വരുന്ന തെറികൾ നിങ്ങൾ കാണുന്നുണ്ടാകുമല്ലോ. ഇത് തന്നെയാണ് ഇവരുടെ മുഖമുദ്ര. ഞാൻ എല്ലാ ദിവസവും ഉള്ള ലൈവുകളിൽ പറയാറുള്ളത് പോലെ തന്നെ ഇവരുടെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കാമം. അപ്പോ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ കമന്റ് ബോക്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്തായിരുന്നാലും ഞാൻ ഇവരെ ആരെയും ഇന്ന് ബ്ലോക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇവരെ എന്താണ് എന്ന് കുറച്ചുകൂടി ആളുകൾ ഒന്ന് മനസ്സിലാക്കട്ടെ കേട്ടാ. വളരെ മോശമായ പദപ്രയോഗങ്ങൾ എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവരുടെ ബ്രെയിൻ ഫോം ചെയ്ത് വരുന്ന ഉടനെ തന്നെ മാതാപിതാക്കൾ ഇവരെ കൊണ്ടുവിടുന്നത് എവിടെയാ? മദ്രസകളിലാണ്. ഈ മദ്രസകളില് ഇവർ കാണുന്നത് ആരെയാ? കുഞ്ഞുങ്ങളെ പിടിച്ച് കമിഴ്ത്തിയും മലർത്തിയും കിടത്തുന്ന ഉസ്താദുമാരെയാ. അപ്പൊ ആ കൾച്ചർ കണ്ടും കേട്ടും പഠിച്ചു വളരുന്നതിനിടയിൽ ഇവർ പിന്നീട് കാണുന്നത് ആരെയാ? മുഹമ്മദിനെയാണ്. മുഹമ്മദിന്റെ ഇത്തരം രീതികൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും പഠിച്ചും ഇവരറിയാതെ ഒരു മുഹമ്മദ് ശ്രമിക്കുവാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഭാഷകൾ, ഇവരുടെ കമന്റുകൾ, ഇവരുടെ പ്രതികരണങ്ങളൊക്കെ ലൈംഗിക ചുവയുള്ളതായി മാറുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാകും, കേരളത്തിൽ മുസ്ലിം വിരുദ്ധത നിറയ്ക്കുന്നത് ഇത്തരം ആളുകളാണ്. ഒന്ന്, ഹമാസിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന, ഹമാസ് ഭീകരരായ ആളുകൾക്കു വേണ്ടി മോങ്ങിക്കാറുന്ന ഒരു വിഭാഗം ജനത. 2, ഇങ്ങനെ തെറി കമന്റുകളും ലൈംഗിക ചുവയുള്ള സംസാരവുമായി വരുന്ന ഇത്തരം മുഹമ്മദിയന്മാർ. ഒരു 2-3 ദിവസം മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു. നെതർലാൻഡില് ആൻഹം എന്നാണ് ഈ നഗരത്തില് ഖുർആൻ കത്തിക്കാൻ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി. ഒരു പോലീസ് സേന പ്രദേശത്തെ സംരക്ഷിച്ചിട്ടും ഒരു മുസ്ലിം പ്രതിരോധ രേഖ ഭേദിച്ച് തീവ്രവാദി ആക്രമണത്തിന് ശ്രമിച്ചു. അതിനെ പോലീസ് ധീരമായി നേരിട്ടു. അവരെ കൈകാര്യം ചെയ്ത ശേഷം തീവ്രവാദി രണ്ടാമത്തെ ശ്രമം നടത്തി. അതായത് സെക്യൂരിറ്റി നിന്ന ആളുകളെ വരെ ഈ തീവ്രവാദികൾ, പോലീസ് ഒരുവിധം ആദ്യം നിയന്ത്രിച്ചെങ്കിലും പിന്നീട് പോലീസിനെ തന്നെ ഈ തീവ്രവാദി ആക്രമിക്കുകയായിരുന്നു. കൂടുതൽ മുസ്ലിങ്ങള് ആ പോലീസ് പ്രതിരോധം ഭേദിച്ച് മുന്നോട്ട് വന്നു. അവർ വരുന്നത് കണ്ടപ്പോൾ ഭീരുത്വത്തോടുകൂടി അവർ ഓടി. ഈ തീവ്രവാദികള് ഒരാളായിട്ടോ 2 ആളായിട്ടോ അല്ല വരിക, വലിയ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നോ ഒക്കെ വിളിക്കും. അത് കേൾക്കുമ്പോഴേക്ക് മറ്റ് സാധാരണ ജനങ്ങൾ ഓടി രക്ഷപ്പെടും. കാരണം ഒന്നുകിൽ പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം ഇവിടെ ഉണ്ടാകുമോ എന്നവർ ഭയക്കുന്നു. കേരളത്തില് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കനകമല അറസ്റ്റ്. നമുക്കറിയാം 2017-18 ഈ സംഭവം നടക്കുന്നത്. പിന്നെ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചി ടീം 2016 ഒക്ടോബർ 2 നടത്തിയ ഒരു കനകമല ഓപ്പറേഷൻ. അതിലൂടെയാണ് 2017 ജനങ്ങൾ ഈ വിവരം ഞെട്ടിക്കുന്ന രൂപത്തിൽ അറിയുന്നത്. കേരളത്തിലെ IS ബന്ധം സ്ഥിരീകരിക്കുന്ന വളരെ നിർണായകമായ അറസ്റ്റുകൾ കേരളത്തിൽ നിന്നുണ്ടാകുന്നു. എങ്ങനെ? കേരളത്തിൽ എങ്ങനെയാണ് ഈ തീവ്രവാദികൾ ഉണ്ടാകുന്നത്? കേരളത്തിൽ എങ്ങനെയാണ് ഈ തീവ്രവാദികൾ ഉണ്ടാകുന്നത്? ഒന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോ ഈ രൂപത്തില് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭീകരവാദികൾ,
തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്നത് അത്തരം ആശയങ്ങൾ ഇവർക്കിടയിൽ എത്തിച്ചു കൊടുക്കാൻ മലയാളികൾ സജീവമായി ഉണ്ട് എന്നാണ്. കേരളത്തിലെ IS-ന്റെ വേര് കണ്ടെത്തിയ കനകമല അറസ്റ്റിന് നേതൃത്വം കൊടുത്തത് ഒരു മലയാളിയാണ്. NIA SP-യുമായിരുന്നു. ഷൗക്കത്ത് അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഫ്ഗാനിസ്ഥാനിലെ IS ക്യാമ്പിലെത്തിയ കുറച്ച് മലയാളികളുടെ നേതൃത്വത്തിൽ നാട്ടിലുള്ള സമാന ആശയക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി. കേരളത്തിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയിട്ടു. പക്ഷെ ഈ ഗ്രൂപ്പിൽ തന്ത്രപരമായി NIA ഉദ്യോഗസ്ഥർ കയറിപ്പറ്റി. ഹൈക്കോടതി ജഡ്ജിമാര്, അതുപോലെ BJP നേതാക്കള്, യുക്തിവാദികള്, ഇവരെയൊക്കെ വധിക്കുന്നതിന് വേണ്ടിയായിരുന്നു ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ഇവർ പദ്ധതിയിട്ടത്. ഇതിന്റെ കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിലാണ് കനകമലയിൽ ഇവർ ഒത്തുകൂടുന്നത്. പക്ഷെ ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഷൗക്കത്ത് അലിയും സംഘവും ഒക്ടോബർ 2-ാം തീയതി കനകമല വളഞ്ഞു. കണ്ണൂര് അണിയാരം സ്വദേശി മദീന മഹൽ മൻദീസ് 30-കാരൻ, തമിഴ്നാട് കോയമ്പത്തൂർ GM നഗർ സ്വദേശി അബു ബഷീർ 29-കാരൻ, തൃശൂർ ചേലക്കര സ്വദേശി സ്വാലിഹ് മുഹമ്മദ് T 26-കാരൻ, മലപ്പുറം തിരൂര് പൊന്മുണ്ടം സ്വദേശി പൂക്കാട്ടിൽ വീട്ടിൽ സഫ്വാൻ 30 വയസ്സ്, കോഴിക്കോട് കുറ്റ്യാടി സ്വദേശികളായ നങ്ങീലംകണ്ടി ജാസിം NK 25 വയസ്സ്, നങ്ങീലംകണ്ടി റംഷാദ് ബ്രദേഴ്സാണ് 24. ഇവരെ NIA സംഘം അറസ്റ്റ് ചെയ്തു. ആലോചിക്കണം, ഇവരിലേക്ക് ISIS-ന്റെ ആശയങ്ങൾ എങ്ങനെ എത്തി? അതീവ രഹസ്യമായും ആസൂത്രിതമായും NIA നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇവർ കുടുങ്ങുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് കേരളത്തിൽ സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അറിയുന്നത് പോലും. 2 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും തീവ്ര സലഫി ആശയക്കാരെയും ഒക്കെ അതിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇവരുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഡയറികൾ ഇതൊക്കെ പിടിച്ചെടുത്തു. ഇതിൽ നിന്നൊക്കെ നിർണായകമായ വിവരങ്ങളും ലഭിച്ചു. അപ്പം കനകമല ഓപ്പറേഷൻ കേരളത്തിലെ IS-ന്റെ വേര് കണ്ടെത്തുന്നതിന് നിർണായകമായി. 500-ലധികം മലയാളികളെ ഇതിനുശേഷം ചോദ്യം ചെയ്തു. NIA ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. IS എന്ന ഒന്നുണ്ട് എന്നും അതിന്റെ ആഴവും തീവ്രതയും ദേശീയ അന്വേഷണ ഏജൻസി തിരിച്ചറിഞ്ഞതും യഥാർത്ഥത്തിൽ ഈ അറസ്റ്റോടുകൂടിയാണ്. കനകമല അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനുശേഷം 20-ലധികം IS കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അറസ്റ്റിലായവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളായിരുന്നു ഈ അറസ്റ്റിലേക്കും നയിച്ചത്. വിശ്വസിക്കുന്നു നിങ്ങൾ? ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്കൊക്കെ ഏറെ തലവേദനയാണ് എല്ലാ കാലവും IS-ന്റെ അൽ മുഹാജിറൂൻ ബ്ലോഗും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പച്ചവെളിച്ചക്കാരും. അൽ മുഹാജിറൂൻ എന്ന് പറഞ്ഞാൽ തന്നെ യാത്രക്കാരെന്നാണ്, പലായനം ചെയ്യപ്പെടുന്നവരെന്നാണ്. അങ്ങനെ ഒരു ബ്ലോഗ് ഉണ്ടാക്കി അതിന്റെ പിന്നിലാണ് ഇവർ പ്രവർത്തിച്ചത്. കോഴിക്കോട് മൂഴിക്കൽ സ്വദേശിയായ സജീർ അബ്ദുള്ളയായിരുന്നു ടെലഗ്രാം ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തത്. സജീറിനോടൊപ്പം IS ക്യാമ്പിൽ പോയി പിന്നീട് തിരിച്ചെത്തിയ മുഈനുദ്ദീൻ ഈ ഗ്രൂപ്പിൽ സജീവമായിരുന്നു. സജീർ പിന്നീട് കൊല്ലപ്പെട്ടതായിട്ട് വിവരം വന്നു. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. UAE-യിലായിരുന്നു മുഈനുദ്ദീൻ NIA നാട്ടിലേക്ക് എത്തിച്ച് അറസ്റ്റ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇതുപോലെയുള്ള ആളുകൾ തഴച്ച് വളരുന്നുണ്ട് എന്ന് നമ്മൾ ഞെട്ടലോടുകൂടിയാണ് അറിയുന്നതും മനസ്സിലാക്കുന്നത്. കാശ്മീർ ഫയൽസ് വന്ന സമയത്ത് നമുക്കറിയാം ഏതൊക്കെ രൂപത്തിലായിരുന്നു ഇവിടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു കേരള സ്റ്റോറിയെയും. നമുക്കറിയാം JNU സർവകലാശാല, പിന്നെ പല സ്ഥലങ്ങളിലും കാശ്മീർ ഫയൽസുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് ഉയർന്നു. മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന കൃഷ്ണ പണ്ഡിറ്റ് നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ സ്വതന്ത്ര മലയാള പരിഭാഷ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. മുത്തച്ഛന്റെ ചിതാഭസ്മവുമായി കാശ്മീരിലെത്തിയ ഒരു കൃഷ്ണ പണ്ഡിറ്റ് അധ്യാപികയായ രാധിക മേനോന്റെ നിർദ്ദേശത്തെ തുടർന്ന് മുസ്ലിം തീവ്രവാദി നേതാവുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിട്ടാണ് ക്യാമ്പസിൽ തിരിച്ചെത്തുന്നത്. കാശ്മീരിൽ കണ്ട കാഴ്ചകളെ പറ്റി തീവ്രവാദി നേതാവ് പങ്കുവച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ കൃഷ്ണ പണ്ഡിറ്റിനെ രാധിക മേനോൻ ക്ഷണിക്കുന്നു. രാധിക മേനോൻ ലോകം മുഴുവനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൃഷ്ണ, കാശ്മീരിലെ സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ നീ അവിടെ എന്താണ് കണ്ടത് എന്ന് ലോകത്തോട് വിളിച്ചു പറയും.
വിമോചനം അഥവാ ആസാദി എന്ന മുദ്രാവാക്യത്തിന്റെ അകമ്പടിയോടെ കൃഷ്ണ പണ്ഡിറ്റ് സ്റ്റേജിലേക്ക് എത്തുന്നു. സ്വച്ഛസുന്ദരമായ ആകാശമാണ് ഞാൻ അവിടെ കണ്ടത്. വിശാലമായ ആകാശത്തിന് താഴെ ഉന്നത സുന്ദരമായ ഹിമാലയത്തിനരികെ ഒരു സ്വർഗം. അവിടേക്കാണ് പുരാതന കാലത്ത് ഋഷിമാർ തപസ്സിന് വന്നുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ഗിരി ശൃംഖലകളില് ഇരുന്നിട്ടാണ് ഋഷിമാർ തപസ് അഥവാ ഗവേഷണം നടത്തിയിരുന്നത്. അങ്ങനെ ഗവേഷണത്തിനായി എത്തിയ ഒരു ഋഷിയുടെ പേരിലാണ് ഈ സ്വർഗീയ താഴ്വര പിന്നീട് അറിയപ്പെട്ടത്. കശ്യപ മഹർഷിയുടെ പേരിൽ അങ്ങനെയാണ് ഈ താഴ്വരയ്ക്ക് കാശ്മീർ എന്ന പേര് കിട്ടിയത്. അവരുടെ പ്രഭാഷണം തുടരുന്നു. പിന്നീട് ഈ രാധിക മേനോൻ മറ്റൊരു വിദ്യാർത്ഥിയോട് തുടക്കം ഗംഭീരമാക്കുന്നു. പിന്നീട് ഇവർ പറയുന്നു, പിന്നീട് നാം കാണുന്നത് കേരളത്തിൽ നിന്ന് കാൽനടയായി കാശ്മീരിലെത്തിയ ശങ്കരാചാര്യരെയാണ്. അതെ, കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ നടന്ന് അദ്ദേഹം വരുന്നു. കാരണം അദ്ദേഹത്തിന് സ്വന്തമായി പുഷ്പക വിമാനമില്ലായിരുന്നല്ലോ. അങ്ങനെ ജനങ്ങളെല്ലാവരും ചിരിക്കുന്നു. ഹിമാലയത്തിന്റെ ഈ മടിത്തട്ടിൽ വർഷങ്ങളോളം അദ്ദേഹം ഗവേഷണം നടത്തി. കാരണം ഇത്തരം ഗവേഷണങ്ങൾ സ്വർഗീയ ഭൂമിയിൽ മാത്രമേ നടക്കൂ, അഥവാ കാശ്മീരിൽ മാത്രം. ഇന്ന് നമ്മുടെ ഇടയിൽ സമർത്ഥരായ വിദ്യാർത്ഥികൾ, ഗവേഷകർ, ശാസ്ത്രജ്ഞന്മാർ എന്നിവരൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ സർവകലാശാലകളിൽ പോകുന്നത് പോലെ അക്കാലത്ത് ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും ഒക്കെയുള്ള പ്രതിഭാശാലികൾ ഗവേഷണത്തിനായി കാശ്മീരിലേക്കാണ് എത്തിയിരുന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് ഒരു പണ്ഡിറ്റ് പദവി നേടിയെടുത്തു. ഇതാണ് പതിവ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിവിധ ഭാഷകളില് വിഷയങ്ങളില് അവരവിടുന്ന് ഡോക്ടറേറ്റ് നേടി. അങ്ങനെ അവര് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നു. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി അവരുടെ പ്രഭാഷണം ശ്രവിക്കുന്നു. സിനിമയില്, നാടകത്തില്, വെബ് സീരീസിലൊക്കെ നിങ്ങൾ കാണുന്ന നാടകം അഥവാ അഭിനയം, അതിന്റെ ശാസ്ത്രമാണ് നാട്യശാസ്ത്രം. അതായത് അഭിനയത്തിന് പിന്നിലെ ശാസ്ത്രം, പഞ്ചമവേദം, ഇതൊക്കെ അവരിങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നീട് സദസ്സിൽ നിന്നൊരു പെട്ടെന്നൊരു ആരവമുയരുന്നു, ഒരു ശബ്ദം. ഇതൊക്കെ കെട്ടുകഥകളാണ്, കള്ളമാണ്. ഇത് കെട്ടുകഥയാണെന്നാണ് ഞാനും ധരിച്ചിരുന്നത് എന്ന് കൃഷ്ണ പണ്ഡിറ്റും പറഞ്ഞു. കാരണം ഇതേപ്പറ്റി സ്കൂളിലോ കോളേജിലോ ചരിത്ര പാഠ പുസ്തകങ്ങളിലോ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ശരിയല്ലേ മാഡം, ഇത് കള്ളമല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബുദ്ധിസ്റ്റുകൾ എന്തിനാണ് കാശ്മീരിലെത്തിയത്? രവിഗുപ്തൻ വന്നത് എന്തിനാണ്? കാരണം കാശ്മീർ വിജ്ഞാന കേന്ദ്രമായിരുന്നു. ജ്ഞാനത്തിന്റെ, അറിവിന്റെ ഏറ്റുമുട്ടൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്നതാണ്. ഇസ്ലാമിസ്റ്റുകൾ AD 1300 കാശ്മീരിൽ അധിനിവേശം നടത്തിയില്ലായിരുന്നു എങ്കിൽ ഇതൊക്കെ ഒരു പക്ഷേ കള്ളമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. കാശ്മീർ അറിവിന്റെ കേന്ദ്രമായതുകൊണ്ട് മാത്രമാണ് മുസ്ലിം ഭരണാധികാരികൾ ഇവിടം കീഴ്പ്പെടുത്താൻ എത്തിയത്. അവർ തുടരുവാണ്. പണ്ഡിറ്റുകളുടെ കയ്യിലുള്ള അറിവ് ഉപയോഗിച്ചാൽ ലോകം കീഴടക്കാമെന്ന് അവർ മനസ്സിലാക്കി. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം, ആയുധം ഉപയോഗിച്ച് ഭൂമി കൈക്കലാക്കാം, എന്നാൽ പണ്ഡിറ്റുകളുടെ അറിവിനെ, സ്വതന്ത്ര ബുദ്ധി എങ്ങനെ കീഴ്പ്പെടുത്തും? അതിനവർ എഴുതിയ ഒരു പുതിയ കീഴ്വഴക്കം, പണ്ഡിതന്മാരെ മതം മാറ്റി മുസ്ലിമാക്കുക. ആയുധശക്തിയുടെ പിൻബലത്തിൽ പണ്ഡിറ്റുകളെ മതപരിവർത്തനം ചെയ്യാൻ അവർ പട്ടാളക്കാരെ അയക്കുന്നു. അവർ ബലം പ്രയോഗിച്ച് പണ്ഡിറ്റുകളെ മതം മാറ്റുന്നു. വഴങ്ങാതിരുന്നവരെ അതിക്രൂരമായി ചവിട്ടിയരച്ചു. ഏറ്റവും ഖേദകരമായ വസ്തുത, കാശ്മീരികളെ ഉന്മൂലനം ചെയ്യാനുള്ള ആശയത്തിന് കരുത്ത് പകർന്നത് കാശ്മീരിൽ നിന്ന് തന്നെയുള്ള ആളുകളായിരുന്നു. സദസ്സിൽ നിന്ന് വീണ്ടും ഉയരുന്നു, ഇതെല്ലാം കള്ളമാണ്, ഈ പറയുന്നതെല്ലാം വിഡ്ഢിത്തമാണ്. കൃഷ്ണ പണ്ഡിറ്റ് തുടരുന്നു, ഇത് വിഡ്ഢിത്തമല്ല, ഇവിടെ നടന്ന സംഭവങ്ങളുടെ നേർചിത്രമാണ്. സൂഫി സന്യാസിയായി അറിയപ്പെടുന്ന മിർ ഷംസുദ്ദീൻ മുഹമ്മദ് ഇറാഖിയുടെ ജീവചരിത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇറാഖി ആരായിരുന്നു എന്നറിയാമോ? രാജ്യത്തെ ഏറ്റവും ഉന്നതമെന്ന് അവകാശപ്പെടുന്ന സർവകലാശാലയിലാണ് പഠിക്കുന്നത്. പക്ഷേ ഇറാഖിയെ കുറിച്ച് അറിയില്ല. എങ്ങനെ അറിയാൻ? ആരെങ്കിലും പഠിപ്പിച്ചിട്ട് വേണ്ടേ? നമുക്ക് ഹിറ്റ്ലറെ പറ്റിയും അയാളുടെ ക്രൂരതകളെ പറ്റിയും എല്ലാം അറിയാം. പക്ഷേ ഹിറ്റ്ലറേക്കാൾ 10 മടങ്ങ് ക്രൂരനായ മുസ്ലിം സ്വേച്ഛാധിപതിയായ ഇറാഖിയെ പറ്റി നമുക്കൊന്നും അറിയില്ല. അവർ പറയുക, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ജൂതന്മാരോട് ഹിറ്റ്ലർ ചെയ്ത ക്രൂരതയെ പറ്റി നമ്മൾ വാതോരാതെ സംസാരിക്കും. എന്നാൽ സ്വന്തം സഹോദരങ്ങളോട് ഇറാഖി ചെയ്ത കണ്ണിച്ചോരയില്ലാത്ത നടപടികളെ പറ്റി നമ്മൾ കേട്ടിട്ട് പോലുമില്ല. കാഫിറുകളായ ഹിന്ദുക്കളെയും ബൗദ്ധന്മാരെയും ഇല്ലാതാക്കുകയും അവരുടെ വസ്തുവകകൾ നശിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇറാഖിയുടെ പ്രധാനമായ ലക്ഷ്യവും വിനോദവും. അവരുടെ സംസ്കാരത്തെ, ആചാരങ്ങളെ ഉന്മൂലനം ചെയ്യുക, പണ്ഡിറ്റുകളുടെ കണ്ടെത്തലുകളെ കുഴിച്ചു മൂടുക. നാസികൾ ദിവസവും ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നു തള്ളിയതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ചരിത്രങ്ങളിലുണ്ട്. അത് സത്യമാണെങ്കിൽ ഇതിലും വലിയ സത്യമാണിത്. ഇറാഖിയുടെയും മാലിക് റൂസാറയിലയുടെയും നിർദ്ദേശപ്രകാരം പട്ടാളക്കാർ ദിവസവും
1500 മുതൽ 2000 വരെ ഹിന്ദുക്കളെ ബലം പ്രയോഗിച്ച് സുന്നത്ത് നടത്തി മതം മാറ്റുകയോ അതിക്രൂരമായി കൊന്നുകളയുകയോ ചെയ്തിട്ടുണ്ട് എന്ന് അവർ ജനങ്ങളോട് പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു. പക്ഷേ സൂഫികൾ ലളിത ജീവിതം നയിക്കുന്ന സാധുക്കളായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പ് നടത്തിയാണ് ജൂതന്മാരെ പീഡിപ്പിച്ചതെങ്കിൽ ഇറാഖി ബലപ്രയോഗത്തിലൂടെയും ഭീഷണിയിലൂടെയുമാണ് പണ്ഡിറ്റുകളെ ഉന്മൂലനം ചെയ്തത്. അതിനുള്ള തെളിവുകൾ ലോകത്തിന് നൽകിയത് മറ്റാരുമല്ല, ഇറാഖിയുടെ മകൻ തന്നെയാണ്. ഇതിന്റെ കൈയെഴുത്ത് പ്രതികൾ കാണണമെന്നുള്ളവർ ജമ്മു കാശ്മീരിന്റെ സർക്കാർ ഗവേഷണ പ്രസിദ്ധീകരണമായ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ വകുപ്പിലെ 551 നമ്പർ ഫയലിലെ രേഖകൾ പരിശോധിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വായിക്കാം എന്നവർ പറഞ്ഞു നിർത്തി. അപ്പോഴും സദസ്സിൽ നിന്ന് ഉയർന്നു, ഇത് കള്ളമാണ്, കള്ളമാണ്. കൃഷ്ണ പണ്ഡിറ്റ് വിട്ടുകൊടുത്തില്ല, തുടർന്നു. അതെ, കാശ്മീരിലെ യാഥാർത്ഥ്യം എന്നും കള്ളമായിട്ടാണ് പുറം ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്വതന്ത്ര ജനാധിപത്യ മതേതര ഇന്ത്യയിൽ വാളിന്റെയും തോക്കിന്റെയും ബലത്തിൽ ഒരിക്കൽ കൂടി കാശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യ നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്ന് വിശദീകരിക്കാം എന്ന് റലീബ്, ചലീബ്, ഗലീബ് എന്ന് 2 തവണ പറഞ്ഞിട്ട് ഇവർ തുടരുന്നു. റലീബ് എന്നാൽ മതം മാറുക, ചലീബ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുക, ഗലീബ് എന്ന് പറഞ്ഞാൽ മരിക്കുക. അതായത് നിങ്ങൾക്ക് 3 മാർഗമാണുള്ളത്. ഒന്ന്, റലീബ്, ഇസ്ലാം മതത്തിലേക്ക് ചേർന്നോ ജീവിക്കാം. ചലീബ്, നാട് വിട്ടോ, ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഗലീബ്, മരിക്കാൻ തയ്യാറായിക്കോ. സ്വന്തം ധർമ്മം ഉപേക്ഷിക്കുക, ഓടിപ്പോകുക, അല്ലെങ്കിൽ മരിക്കുക. പണ്ഡിറ്റുകളുടെ 7ാമത്തെ പലായനമായിരുന്നു അത്. പക്ഷേ ഇത്തവണ അത് വെറും പലായനമായിരുന്നില്ല, വംശഹത്യയായിരുന്നു. ചരിത്രം അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. വംശഹത്യക്കിരയായി പലായനം ചെയ്തവരെ വീണ്ടും വംശഹത്യക്ക് വിധേയരാക്കി. അത് തീവ്രവാദികളോ ഭരണകൂടമോ ആയിരുന്നില്ല അതിന് ഉത്തരവാദികൾ. നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരുമായിരുന്നു അതിന് പിന്നിൽ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് തന്നെ നാം അവരെ പുറം തള്ളി. ഇതല്ലേ യഥാർത്ഥ വംശഹത്യ എന്നവർ ചോദിച്ചു കുട്ടികളോട്. സദസ്സിൽ നിന്ന് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇതൊക്കെ പച്ചക്കള്ളമാണ്. കാശ്മീരിൽ യഥാർത്ഥത്തിൽ ഒരു വംശഹത്യ നടന്നിട്ടില്ല. വെറുതെ നിങ്ങളുടെ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ നീ കണ്ടതിനെ പറ്റി മാത്രം സംസാരിക്കുക കൃഷ്ണ, വെറുതെ ബുദ്ധിജീവി ചമയാതെ എന്ന് സദസ്സിൽ നിന്നൊരു വാഗ്വാദം. അപ്പോൾ കൃഷ്ണ പണ്ഡിറ്റ് പറഞ്ഞു, നമ്മൾ പഠിച്ചിട്ടില്ലാത്തത് ചരിത്രം പഠിച്ചിട്ടില്ല എന്നതുകൊണ്ട് ചരിത്രം ചരിത്രമല്ലാതാകില്ല. നമ്മൾ കണ്ടിട്ടില്ലാത്തത് നടന്നിട്ടില്ല എന്ന് പറയരുത്. കാശ്മീരിൽ വംശഹത്യ നടന്നിട്ടേ ഇല്ല എന്ന് പറയരുത്. ആരെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞാൽ ബുദ്ധിജീവി ചമയുന്നു എന്ന പരിഹാസമോ. രാധിക മേനോൻ മറ്റൊരു വിദ്യാർത്ഥിയോട്, കണ്ടോളൂ, ഇത്രയും നേരം അവൻ കെട്ടിപ്പൊക്കിയ സിദ്ധാന്തം തെറ്റാണെന്ന് അവൻ തന്നെ സ്ഥാപിക്കും. അത്രയ്ക്കൊന്നും മിടുക്കനാണ് അവൻ. കണ്ട കോവർ കഴുതകളെയൊന്നും ഞാൻ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കില്ല എന്നറിയാമല്ലോ. അപ്പൊ കൃഷ്ണ പണ്ഡിറ്റ് വീണ്ടും പ്രതികരിക്കുന്നു, സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നൊരിക്കൽ വിശേഷിപ്പിക്കപ്പെട്ട കാശ്മീരിനെ നമ്മൾ ഒരിക്കലും ദേശീയ പൈതൃക സ്വത്തായി അംഗീകരിച്ചിട്ടില്ല. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു? ഭാരതത്തിന്റെ വിജ്ഞാന കേദാരം ഇന്ന് തകർന്ന് തരിപ്പണമായി പോയി. എന്നിട്ടും നമ്മൾ മതേതര മുഖമൂടിയെടുത്താണ് ഇന്ന്. കാശ്മീരി ഫയൽസ് വന്ന സമയത്ത് എത്ര ക്ഷേത്രങ്ങൾ തകർത്തു എന്ന് നമ്മൾ എവിടെയെങ്കിലും വായിച്ചോ, ചോദിച്ചോ? എത്ര ആളുകളെ തീ വെച്ച് കൊന്നു എന്ന് നമ്മൾ കണ്ടോ? തകർക്കപ്പെട്ടവ വെറും ക്ഷേത്രങ്ങൾ മാത്രമായിരുന്നോ? വെറും ബുദ്ധവിഹാരങ്ങൾ മാത്രമായിരുന്നോ? അത് നമ്മുടെ മഹത്തായ ശില്പകലയുടെ ഉദാത്തമായ മാതൃകകളായിരുന്നു, രാഷ്ട്രത്തിന്റെ സ്വത്തായിരുന്നു. ഇങ്ങനെ നമുക്ക് ഒരുപാട് ശോഷണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് തുറന്ന് പറയുമ്പോൾ നമ്മളെ അനാവശ്യങ്ങൾ പറഞ്ഞ് തെറി വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഈ വസ്തുതകൾ ജനങ്ങൾ അറിയാതെ പോവില്ല. ഞാനത് പറയാതെയും പോകില്ല. ഇവരെത്ര തന്നെ തെറിവിളികൾ കൊണ്ട് എൻ്റെ ചാറ്റ് ബോക്സ് നിറച്ചാലും ശരി, എൻ്റെ മകളെയും എൻ്റെ ഉമ്മയെയും എൻ്റെ സഹോദരങ്ങളെയും ഭർത്താവിനെയും ഒക്കെ ചേർത്ത് എത്ര തന്നെ തെറി ഇവർ പറഞ്ഞാലും ശരി, പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. അത് പറഞ്ഞേ തീരൂ, അതെന്റെ ബാധ്യതയാണ്. ഭരണഘടനയെ വിമർശിക്കുന്ന ആളുകളെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടില്ലേ സജി ചെറിയാനെ, കുന്തവും കൊടചക്രവും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി നമ്മൾ കാണുന്ന വസ്തുതകളാണ്. പക്ഷേ നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താ, നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ട് അങ്ങ് പോകാം, കുഴപ്പമില്ല. സൗദിയില് ബാങ്ക് വിളി കേട്ടില്ല എന്ന പരാമർശം പറഞ്ഞു.
പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ സജി ചെറിയാൻ തിരുത്തുമായി മാപ്പുമായി രംഗത്ത് വന്നു. കാരണം എന്താ? വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു വികാരത്തെയാണ് അദ്ദേഹം വിമർശിച്ചത്. അതിന് മാപ്പ് പറയാതെ പറ്റുമോ? പക്ഷേ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞതിന് മാപ്പ് വന്നില്ല. സത്യത്തിൽ സജി ചെറിയാൻ പറഞ്ഞത് മുസ്ലിം അല്ലാത്ത മറ്റു മതസ്ഥര് സൗദിയെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും ഒക്കെ പൊതുവിൽ കണ്ടു നടക്കുന്ന ചില ധാരണകളെ കുറിച്ചാണ്. ഇസ്ലാമോ ലെഫ്റ്റിന്റെ ആളുകള് പലപ്പോഴും പറയുന്നതാണ്, ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു ഉസ്താദ് ഒരു കുട്ടിയെ പഠിപ്പിച്ചാൽ അയാൾ മുസ്ലിം ആയിരിക്കും അങ്ങനെ ചെയ്യില്ല, അയാൾ വിശ്വാസി ആയിരിക്കും അങ്ങനെ ചെയ്യില്ല. ഒരു ക്രിസ്തുമത വിശ്വാസി എന്തെങ്കിലും ചെയ്താൽ നമുക്കറിയാം, സമറ കൺവെൻഷൻ സെന്ററിൽ ബോംബ് വെച്ച മാർട്ടിൻ, അപ്പോൾ അയാൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കും അത് ചെയ്യില്ല. ഇത് സാധാരണ എല്ലാ മതവിശ്വാസികളും പറയുന്നതാ. യഥാർത്ഥ ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ പറ്റില്ല. ഇതൊക്കെ ഭംഗി വാക്കുകളാണ്, ഇത് വെറും വാക്കുകളാണ്. ഇത് യാഥാർത്ഥ്യവുമായി ഒരു കുലബന്ധവുമില്ല. നമ്മൾ വിചാരിക്കും എല്ലാ ഹിന്ദുക്കളും സംഖ്യകളാണെന്നല്ല, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എല്ലാ ഹിന്ദുക്കളും തീവ്ര ഹിന്ദുത്വ വിഭാഗക്കാർ അല്ല, എല്ലാ ക്രിസ്ത്യാനികളും തീവ്ര ക്രിസ്ത്യൻ അല്ല. അവരൊക്കെ അവരുടെ സ്വകാര്യതകളായി മതത്തെ കാണുമ്പോൾ നമ്മൾ ഭരണഘടനയ്ക്കും മേലെ ഈ മതത്തെ കാണും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് കടുത്ത മുസ്ലിം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഭൂരിപക്ഷം മറ്റു മതസ്ഥരുടെ മനസ്സില് മുസ്ലിങ്ങളും അതിൻ്റെ ഇസ്ലാം മത നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളും ഒക്കെ ഭയമുണ്ടാക്കുന്ന വസ്തുതയായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇസ്ലാമോഫോബിയ ഇല്ല, ഇസ്ലാം ഫിയർ ആണ്. ലോകത്തുള്ളത് ഫിയർ ആണ്. കാരണം ജനങ്ങൾ കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റിന് വേണ്ടി തൂലികത്തുമ്പുകൾ ചലിപ്പിക്കുന്ന ആളുകൾ, ചാനലിൽ വന്നിരുന്ന് വളവളാന്ന് വാചകമടിക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ സ്വകാര്യതകൾ അന്വേഷിച്ചാൽ അറിയാം ഇവർക്ക് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണുള്ളതെന്ന്. സ്വന്തം മതത്തിലും സമൂഹത്തിലും ആധുനികമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും സഹിഷ്ണുത ഉണ്ടാക്കുന്നതിലുമൊക്കെ മുസ്ലിം സമൂഹം പരാജയപ്പെടുന്നു. നിങ്ങൾ എൻ്റെ ഈ ചാറ്റ് ബോക്സ് ഒന്ന് നോക്കിക്കേ. ഇവരിൽ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിലും ഒരു പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീയോട് എന്ത് സംസാരിക്കണമെന്നും അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നതിൽ മുസ്ലിം സമൂഹം പുരോഹിതർ പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് അവരുടെ കൂട്ടങ്ങൾ ഇവിടെ വന്ന് ഈ ലൈംഗിക ചേഷ്ടയോടുകൂടി സംസാരിക്കുകയും നീ ഒന്ന് കിടന്നു തരുമോ എന്ന് വരെ ചോദിക്കുന്ന രൂപത്തിലേക്ക് ഇവർ മാറുന്നത്. ഇവർ സാംസ്കാരികമായി പരാജയപ്പെട്ടു പോകുന്നു. മുസ്ലിം സമൂഹം അവർക്ക് വിവരവും ബോധവും പൊതുബോധവും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ, സഹിഷ്ണുതയും വിവേചനവും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മുസ്ലിം പുരോഹിതർ പരാജയപ്പെട്ടു പോകുന്നു. അവിടെ അവർ കാണുന്നത് മതവെറിയാണ്. അതുകൊണ്ടാണ് മറ്റു മതങ്ങളിൽ നിന്നും മറ്റു മതവിശ്വാസികളിൽ നിന്നും ഇസ്ലാം വേറിട്ട് നിൽക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു യുവമോർച്ച നേതാവ് പ്രസംഗിക്കുന്നു. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ കയ്യും കാലും പോകുമെന്ന പേടിയുണ്ട്, ഇനി ഹിന്ദുവിനെ പറഞ്ഞാലും അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിലായോ? ഇവിടെയാണ് സഹിഷ്ണുത. മതം പെട്ടെന്ന് വ്രണപ്പെടും, മതവികാരം അങ്ങനെയാണ്. അതായത് നമ്മള് യുപിയിലേക്ക് നോക്കി, യൂറോപ്പിലേക്ക് നോക്കി, ജർമ്മനിയിലേക്ക് നോക്കി, സ്വീഡനിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളതൊന്നും നമ്മൾ കാണുന്നില്ല. സ്വന്തം ഗോത്രത്തോട്, സ്വന്തം മതത്തോട് അനുഭാവവും അപരമതത്തെ മതവെറിയുമായി കാണണ്ട. നമ്മളിലുമുണ്ട് അങ്ങനെ. എല്ലാവർക്കും അവനവന്റെ മതം ചക്കരയാണ്. അപ്പോ അപരന്റെ മതത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്. കാരണം ആഹാ അവർക്ക് രണ്ട് കിട്ടട്ടെ. എന്നാൽ നമ്മുടെ മതത്തെ കുറിച്ച് പറയുമ്പോഴോ വലിയ ബുദ്ധിമുട്ടാണ്, അസഹിഷ്ണുതയാണ്, അതിനെ അംഗീകരിക്കാൻ സാധിക്കാതെ പോകുന്നു. ഇത് തന്നെയാണ് ഇവിടെ എല്ലാ മതങ്ങളും വ്രണപ്പെടും എന്ന് പറയാനുള്ള കാരണം. നമുക്ക് ഹമാസിന്റെ വിഷയം ആണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഹമാസ് ഭീകരരെ അനുഭാവപൂർവം നോക്കിക്കാണുന്ന ഒരു വിഭാഗം ആളുകൾ കേരളക്കരയിലുണ്ട്. അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് അപകടമാണ്. കാരണം അവർക്കൊരിക്കലും മുസ്ലിങ്ങളോടുള്ള സ്നേഹമോ അനുഭാവമോ ആ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളോടോ കുട്ടികളോടോ ഒക്കെയുള്ള മനുഷ്യത്വമോ അല്ല. നമുക്കറിയാം, പ്രശസ്ത സാഹിത്യകാരനായ സൽമാൻ റുഷ്ദി, നമ്മൾ കണ്ടില്ലേ അദ്ദേഹത്തിന് മാരകമായി പരിക്കേറ്റത്, കുത്തേറ്റത്.
ഏറ്റവും കൂടുതൽ മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ആളുകൾ മതത്തെക്കുറിച്ച് പഠിച്ച് അതിനെ വിമർശിച്ച ആളുകളാണ്. റുഷ്ദിയുടെ 4ാമത്തെ നോവലായ ദി സാത്താനിക് വേഴ്സസ് 1988 തോന്നുന്നു. മുസ്ലിം സമുദായത്തിലെ മതമൗലികവാദികളിൽ നിന്ന് അക്രമാസക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കി. അതായത് ഖുർആനിൽ ശൈത്താന്റെ വാചകങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞേ. ആ പിശാചിന്റെ വാചകങ്ങൾ എടുത്തൊരു പുസ്തകമാക്കി. വധഭീഷണികൾ ഉണ്ടായി. റുഷ്ദിയെ വധിക്കുന്നതിന് വേണ്ടി ആയത്തുള്ള ഖുമൈനി പുറപ്പെടുവിച്ച ഒരു പുറപ്പെടുവിപ്പ്, ഫത്വ എന്നാ പറയാ, മതവിധി. അതിനുശേഷം വർഷങ്ങളോളം ഒളിവിൽ താമസിക്കേണ്ടി വന്നു സൽമാൻ റുഷ്ദിക്ക്. എന്തിന്? ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ, ഖുർആനുള്ള ഒരു വസ്തുത തുറന്നു പറഞ്ഞതിന്റെ പേരിൽ. ഈ കാലയളവില് വളരെ വിരളമായി മാത്രം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. കാരണം ജീവൻ എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. ഇവന്മാര് കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. ശരിക്കും പറഞ്ഞാൽ എന്താണ് സാത്താനിക് വേഴ്സസ്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അധികം നമ്മൾ എങ്ങും കേട്ടിട്ടില്ലാത്ത, പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വസ്തുതയാണിത്. ഒരിക്കല് ഇബ്ലീസിന്റെ തന്ത്രത്തിൽ പ്രവാചകൻ അകപ്പെട്ടു പോയത്ര. അങ്ങനെ പ്രവാചകൻ തന്റെ അനുയായികൾക്ക് ചില ഖുർആൻ വചനങ്ങൾ ഓതിക്കൊടുത്തു. ജിബ്രീൽ വന്നു എനിക്ക് തന്നു എന്ന വ്യാജേന ഓതിക്കൊടുത്തു. മുസ്ലിം അല്ലാത്ത മക്കയിലെ ആളുകളുടെ 3 ദേവതകളെ കുറിച്ചാണ് ആ ഖുർആൻ വാചകങ്ങൾ. അതാണ് ലാത്ത, ഉസ്സ, മനാത്ത. ഇത് അള്ളാഹുവിന്റെ പുത്രികളാണെന്നും അവരോടുള്ള ആരാധന ഒരിക്കലും പാപമല്ല എന്നുമായിരുന്നു ആ ഖുർആൻ വചനങ്ങളുടെ സാരാംശം. ഇത് മുസ്ലിങ്ങളല്ലാത്ത മക്കക്കാരെ സന്തോഷിപ്പിച്ചു. തങ്ങളുടെ ദൈവത്തെ പറ്റി പ്രവാചകൻ നല്ലത് പറഞ്ഞിരിക്കുന്നു. ഏകദൈവ വിശ്വാസം എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിരുന്നു ഈ ഖുർആൻ വചനങ്ങൾ. പ്രവാചകന്റെ വചനങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന ഈ അനുയായികൾ പ്രവാചകനോട് ചോദ്യം ചെയ്തു. ഒരു വിഭാഗം ആളുകൾ മുറുമുറുത്തു. പക്ഷെ പരസ്യമായിട്ട് നബിയോട് ചോദ്യം ചെയ്തില്ല. ഇവരിങ്ങനെ കൂടി എന്തെങ്കിലും സംസാരിച്ചു. അങ്ങനെ ജിബ്രീൽ എന്ന മലക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള ദൈവികമായിട്ടുള്ള വെളിപാട് മുഹമ്മദ് നബിക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പിന്നീട് ജിബ്രീൽ വന്നു, നബിയോട് പറഞ്ഞു, ആയത്തൊക്കെ പിൻവലിച്ചേക്ക്. അതെന്താണ്? അതെ, നീ ഇബ്ലീസ് പറഞ്ഞു തന്നതാണത്. ഇബ്ലീസ് നിന്നെ പറ്റിച്ചതാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ദൈവവചനത്തിൽ പോലും ഇബ്ലീസിന് കടക്കാൻ സാധിക്കുന്നു, ഇടപെടാൻ സാധിക്കുന്നു, വചനങ്ങൾ മാറ്റാൻ കഴിയുന്നു, മുഹമ്മദ് നബിക്ക് ദൈവിക ബോധനം നൽകാൻ സാധിക്കുന്നു. അത് മനസ്സിലാക്കാനോ മുൻകൂട്ടി അറിയാനോ അതിന് വേണ്ടുന്ന രൂപത്തിലുള്ള മുൻകരുതൽ എടുക്കാനോ സർവശക്തനായ അള്ളാഹുവിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഇബ്ലീസ് അല്ലേ ഏറ്റവും ശക്തൻ. ഇബ്ലീസിനെ മറികടക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞില്ല, അള്ളാഹുവിനെ മറികടക്കാൻ ഇബ്ലീസിന് കഴിയുകയും ചെയ്തു. ഇതാണ് ഇതൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ച വചനങ്ങൾ കേട്ടോ. ഇങ്ങനെ ഈ വചനങ്ങള് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായി. പ്രമുഖരായ ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഈ ഖുർആൻ വചനത്തെ പല രൂപത്തിലും വ്യാഖ്യാനിച്ചു. ദി സാത്താനിക് വേഴ്സസില് മുഹമ്മദ് നബിയുടെ കഥ ഒരു സബ്പ്ലോട്ടായി വരുന്നുണ്ട്. പ്രധാനമായും ഒരു ചെറിയ ഒരു ഭാഗം. അതാണ് ഇത്രയും വിവാദങ്ങളിലേക്ക് സൽമാൻ റുഷ്ദിയെ കൊണ്ടുവന്നെത്തിച്ചത്. ഇതിന്റെ പേരിൽ നമുക്കറിയാം, നൂപുർ ശർമ്മയെ കൊല്ലാൻ അൽ-ഖ്വയ്ദ നേതാവ് പബ്ലിക്കായിട്ട് വന്നതെന്ന് പറഞ്ഞ നാടാണ്. അങ്ങനെ തീവ്രവാദികള് സൽമാൻ റുഷ്ദിയുടെ തലയ്ക്ക് വിലയിട്ടു. അങ്ങനെ ഒരുപാട് ആളുകളെ ഈ സൽമാൻ റുഷ്ദി ഈ ഗ്രന്ഥം രചിച്ചതിന്റെ പേരിൽ ഇവർ കൊന്നു. 1991 ഹിതോഷി ഇഗരാഷി ഈ പുസ്തകത്തിന്റെ ജാപ്പനീസ് വിവർത്തകനാണ്. അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. അതേ വർഷം തന്നെ 1991 തന്നെ എറ്റോർ കാപ്രിയോളോ ഈ പുസ്തകത്തിന്റെ ഇറ്റാലിയൻ പരിഭാഷകനാണ്. മിലാനിൽ കുത്തേറ്റു, മരിച്ചില്ല, രക്ഷപ്പെട്ടു. 1993 നോർവീജിയൻകാരനായ വില്യം നൈഗാർഡിൻ അദ്ദേഹത്തിന് വെടിയേക്കുന്നു. അദ്ദേഹം മരിച്ചില്ല. 93 തന്നെ തുർക്കിയില് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ച അസീസ് നെസ് അദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമത്തിൽ തുർക്കിയിലെ ഒരു ഹോട്ടൽ ലക്ഷ്യമിടുന്നു. 37 പേര് മരിച്ചു. നെസ്സിൻ രക്ഷപ്പെട്ടു.
കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും കൂടാതെ ഒരുപാട് പുസ്തകശാലകൾ ഇവർ തീയിട്ട് നശിപ്പിച്ചു, ആക്രമിച്ചു. 1989 CAയിലെ ബെർക്കിലിയിലെ കോഡിയുടെയും അതുപോലെ ഈ കോഡ് ഇതിന്റെ ഒക്കെ പേരിൽ വലിയ പ്രശ്നം. ആലോചിക്കണം നമ്മൾ. ഡസൻ കണക്കിന് ബുക്കുകൾ, ഫയർ ബോംബിങ്ങുകൾ, ബ്രോങ്സിലെ റിവർ ഗ്രീഡ് പ്രസ് ഒക്കെ ഇവർ അടിച്ചു തകർത്തു, നശിപ്പിച്ചു. എന്തിന്? ഈ പുസ്തകം ജനങ്ങളിലേക്ക് എത്തരുത്, ജനങ്ങൾ ചിന്തിക്കരുത്, വായിക്കരുത്, പഠിക്കരുത്. 1989 മുസ്തഫ മസേഹ്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അറിയില്ല കേട്ടോ, അദ്ദേഹം ഈ അപരനാമത്തിലാണ് എഴുതിയിരുന്നത്. ഒരു തീവ്രവാദി ലെബനീസ് പൗരനാണ് അദ്ദേഹത്തെ കൊന്നത്. റുഷ്ദിയെ വധിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് പാഡിംഗ്ടണിലെ ബെവർലി ഹൗസ് ഹോട്ടലിന്റെ 2 നിലകൾ അബദ്ധത്തിൽ തകർത്തു. അദ്ദേഹം ഒരു പുസ്തകത്തിൽ RDX സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് 89 ജമ്മു ആൻഡ് കാശ്മീരിലെ പുസ്തകത്തെ ചൊല്ലി കലാപമുണ്ടായ ഒരാൾ മരിച്ചു. ബോംബെയിൽ ഒരാൾ മരിച്ചു 1989. അവിടെ പോലീസിന്റെ വെടിവെപ്പിൽ 12 പേര് മരിച്ചു. ഈ ബുക്കിന്റെ റെക്കോർഡിംഗ്, വിൽപ്പന അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ബുക്ക് ഷോപ്പുകൾക്കെതിരെ വലിയ തോതിൽ ആക്രമണങ്ങൾ നടക്കാൻ കാരണം ഈ ബുക്ക് വലിയ തോതിൽ വിറ്റഴിക്കപ്പെട്ടു. ബുക്ക് ഷോപ്പുകൾ ബോംബെറിഞ്ഞു, തീവച്ചു, അക്രമകാരികൾ തകർക്കുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പല വലിയ ബുക്ക് ഷോപ്പ് ശൃംഖലകളും ഈ ബുക്കിന്റെ വിതരണം പിൻവലിക്കേണ്ടി വന്നു. ഏതാണ്ട് 14ഓളം രാജ്യങ്ങൾ ഈ ബുക്ക് നിരോധിച്ചു. കയ്യിൽ സൂക്ഷിക്കുന്നത് പോലും ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചു. എന്നിട്ട് ബുക്കിന്റെ വിൽപ്പനയിൽ വലിയ കുതിച്ചുകയറ്റമായി. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അമേരിക്കയിൽ മാത്രം 7.5 ലക്ഷം കോപ്പിയാണ് വിറ്റുപോയത്. കത്തിക്കാൻ വേണ്ടി ബുക്ക് കാശ് കൊടുത്ത് വാങ്ങിയവർക്ക് സൽമാൻ റുഷ്ദി പിന്നീട് നന്ദി പറഞ്ഞു. കാരണം പുസ്തകം വൈറലായല്ലോ. അപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇസ്ലാം എന്ന മതത്തെ വിമർശിക്കുകയോ ആ മതത്തിന്റെ ആശയങ്ങളെയോ ദർശനങ്ങളെയോ ആരെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിക്കുകയോ ചെയ്താൽ അവരെ അനാവശ്യങ്ങൾ പറയുകയും കൊല്ലാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ വിമർശനം, ഇതിനകത്തുള്ള ഈ ആശയങ്ങൾ ജനങ്ങൾ അറിയാതെ പോകുമെന്ന് വിചാരിക്കരുത്. ജനങ്ങൾ അറിയുക തന്നെ ചെയ്യും. അപ്പോ അക്ഷര വിരോധികൾ, വിജ്ഞാന വിരോധികൾ, സംസ്കാര ശൂന്യർ എങ്ങനെയാണ് ഒരു സാംസ്കാരിക പൈതൃകത്തെ നശിപ്പിച്ചത് എന്ന് മനസ്സിലായില്ലേ? അപ്പോ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ജസീൽ, ആ ചുണ്ട് നിന്റെ ഉമ്മക്കില്ലടാ, ചുണ്ട് പോയി കോടിപ്പോ, ഉമ്മ തരും. ഹലീമ അമൻ, വട്ടത്തി നിന്റെ ഉമ്മ. പിന്നെ കരിയോയിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ മുഖത്തൊഴിച്ച് വിടണോ ഷബീക്ക്, നിന്റെ ഉമ്മയുടെ മുഖത്തൊഴിക്കണം. അപ്പോ അതാണ് കുറച്ചും കൂടെ നല്ലത്, അല്ലെങ്കിൽ നീ തന്നെ ഒഴിച്ചോ. ബംഗ്ലാദേശ് എഴുത്തുകാരിയായ തസ്ലീം അനസിനൊടുവിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം. മനസ്സിലായില്ലേ? ഇസ്ലാമിനെ വിമർശിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് പ്രേമരാജൻ അങ്ങനെ സംഭവിച്ചത്. ചിലപ്പോ ഈ ആളുകൾക്ക് തോന്നും ഇവർക്ക് വിവരമില്ലല്ലോ, ഇവർക്ക് തോന്നും നമ്മൾ പറയണത് വെറുതെയാണെന്ന്. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ. ഈ യാഥാർത്ഥ്യം. ഇങ്ങനെയൊക്കെ നമ്മുടെ നാടിന് ചില ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇതാര് പറയും? ഇത് സധൈര്യം ഒന്ന് തുറന്നു പറയാൻ അപാരമായ ധൈര്യവും തൊലിക്കട്ടിയും അനിവാര്യമാണ്. ഒരു പക്ഷേ ഈ മേഖലയിൽ കൊല്ലപ്പെടാനും സാധ്യതയുണ്ടാകും. ഇതൊന്ന് തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ ഇനിയും നാളെ ഇതേപോലെ തന്നെ ഒരു വിഷയവുമായി നമുക്ക് ലൈവിൽ കാണാം. ശുഭരാത്രി.